ബഹുമാന്യരായ റൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഈ പരിശുദ്ധ മജ്ലിസിൽ എത്തിച്ചേർന്ന മുഅ്മിൻ സഹോദരങ്ങൾ, സഹോദരിമാരെ, അല്ലാഹു ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒത്തുകൂടിയതുപോലെ മഹാന്മാർക്കൊപ്പം സുഖലോക സ്വർഗത്തിൽ കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ഇവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ തണലിൽ ദീനീ ദഅവത്തിന് ധാരാളം സേവനങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി എല്ലാവിധ തൗഫീഖിനെയും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ജീവിച്ചിരിപ്പുള്ള സയ്യിദും ആലിമും മുദർരിസും ഷെയ്ഖും എല്ലാം ആയ താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ബഹുമാനപ്പെട്ടവരുടെ ആത്മീയ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ പരിപൂർണമായ അറിവോടും സമ്മതത്തോടുമായി നടന്നുവരുന്ന മുസ്ലിം ജമാഅത്തുകളും ആ ജമാഅത്തുകൾക്കെല്ലാം നേതൃത്വമായ ഈ എരുമാട് ബഹുമാനപ്പെട്ട ഷൂഫി ഷഹീദ് അവർകൾ, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. സഖാഫ് തങ്ങൾ അവർകൾ, അവിടുത്തെ പദവി അല്ലാഹു കൂട്ടിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ ആ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹത്തായ ഉറൂസിന്റെ വേദിയിൽ ദൂരെ നിന്ന് ഞങ്ങളെല്ലാവരും എത്തിപ്പെടുന്നത് ഇവിടത്തെ ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. വർഷത്തിലോ 2 വർഷത്തിലോ ഒക്കെ ഇവിടെ വന്നു പോകുമ്പോൾ അത് നമ്മുടെ ഈമാനിന്റെ സുരക്ഷിതത്വത്തിന് ഒരു കാവലാണ്. അത് മനസ്സിലാക്കിയാണ് ആലിമീങ്ങളെല്ലാം ലോകത്തിന്റെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും മുഅ്മിനീങ്ങളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിലും വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യുന്നതിലും ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി വളരെയേറെ സന്തോഷകരമായ രീതിയിൽ സേവനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു വർഷം ഇല്ലാത്ത പുതിയ പല സൗകര്യങ്ങളും പിറ്റേത്തെ വർഷം വരുമ്പോൾ ഉണ്ടായി വരുന്നു. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ സന്തോഷകരമാണ്. അതോടൊപ്പം നമ്മുടെ ഈ മുസ്ലിം ജമാഅത്ത് ഇതിന്റെ പരിസരത്തുള്ള 100ഓളം വരുന്ന മഹല്ലുകൾക്കെല്ലാം 50ന്റെയും 100ന്റെയും ഇടക്ക് മഹല്ല് ജമാഅത്തുകൾക്കെല്ലാം ഒരു നേതൃത്വം എന്ന രീതിയിലാണ് ഈ എരുമാട് മഹല്ല് ജമാഅത്ത് നിലനിൽക്കുന്നത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ വിശ്വാസത്തിന് നേതൃത്വം നൽകി നിൽക്കാൻ അല്ലാഹു തആല ഈ നിങ്ങൾക്ക് എല്ലാവിധ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വിശുദ്ധ ഖുർആൻ എന്നതാണ് എന്നെ സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം. വളരെ വിശാലവും എത്ര സംസാരിച്ചാലും തീരാത്തതുമായ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷേ ഈ സഭയുടെ അവസ്ഥ മനസ്സിലാക്കി ഇതിലേക്ക് ആവശ്യമുള്ളത് പറയാൻ ഏതാനും ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു. വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആനിനെ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ എഴുതുക, ഖുർആൻ വായിക്കുക, ഖുർആനിൽ ഗവേഷണം നടത്തുക, ഖുർആൻ എടുത്ത് കയ്യിൽ പിടിക്കുക, ഖുർആൻ ചുമക്കുക, ഖുർആനെ വെറുതെ നോക്കിയിരിക്കുക എന്ന് തുടങ്ങി ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാം ഇബാദത്താണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം ഇബാദത്താണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ ഇന്നത്തോടുകൂടെ പൂർത്തീകരിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തും ലോകാവസാനം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തും മറ്റൊരു നബിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ലാത്തതുമായ മുഅ്ജിസത്തുമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തകാസറ അൻഹു അഫ്ഹാമുർ റിജാലി. ലോകത്ത് എന്തെല്ലാം വിജ്ഞാന ശാഖകളുണ്ടോ അതെല്ലാം ഖുർആനിലുണ്ട്. പക്ഷെ ഖുർആനിൽ നിന്ന് അത് പെറുക്കി എടുക്കാൻ, ഖുർആനിൽ നിന്ന് അത് മനസ്സിലാക്കി എടുക്കാൻ അത് അപൂർവത്തിൽ അപൂർവമായ ആളുകൾക്ക് മാത്രമേ അള്ളാഹു കഴിവ് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ബുദ്ധിയുടെ കുറവുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വളരെ ചെറുത് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ എല്ലാ വിജ്ഞാന ശാഖകളും നിറഞ്ഞു കിടക്കുക. ആ വിശുദ്ധ ഖുർആനിനെ പ്രിയം വെക്കുക, ഖുർആനിന്റെ ഭാഷയെ പ്രിയം വെക്കുക, ഖുർആനിന്റെ ഭാഷ പഠിക്കാൻ താല്പര്യം കാണിക്കുക, ഖുർആനിന്റെ ഭാഷ സംസാരിക്കുക, എല്ലാം വളരെ പുണ്യമുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, അഹിബ്ബുൽ അറബി സലാസ്, 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറബിയെ ഇഷ്ടപ്പെടണം. 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറബി ഇഷ്ടപ്പെടണം. എന്തേ? അന അറബിയുൻ, ഞാൻ അറബിയ. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അന സയ്യിദു ഉൽദി ആദം വലാ ഫഖറ. ആദം സന്തതികൾ, ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും നേതാവ് ഞാനാണ്. അന സയ്യിദു ഉൽദി ആദം. ആദം അലൈഹിസ്സലാം അടക്കമുള്ള മനുഷ്യ മക്കൾക്ക് മുഴുവനും നേതാവ് ഞാനാണ്. ഞാൻ സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. അതുകൊണ്ട് നിങ്ങൾ അറബിയെ പ്രിയം വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. 1. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ അറബിയെ പ്രിയം വെക്കാൻ പറഞ്ഞത് വൽ ഖുർആനു അറബിയ്യുൻ, വിശുദ്ധ ഖുർആനിന് അള്ളാഹ് നൽകിയിരിക്കുന്ന ഭാഷ അത് അറബിയാണ്. അയാളിപ്പോ തന്നെ കുഴങ്ങിയാൽ വൽ ഖുർആനു അറബിയ്യുൻ. നിങ്ങൾ പോകാൻ വിചാരിച്ചവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കൊള്ളിട്ടാണ്. അല്ലെങ്കിൽ ഇത് തുടങ്ങുമ്പോഴേക്ക് തന്നെ പോണത് കാണുമ്പോഴേ ഞമ്മക്കും ചിലതൊക്കെ വരും, അതൊരു സഹിക്കാൻ കഴിയാത്തതാണ്. അപ്പോ ഇരിക്കട്ടെ, വൽ ഖുർആനു അറബിയ്യുൻ, വിശുദ്ധ ഖുർആൻ അറബിയ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് നൽകിയിരിക്കുന്ന ഭാഷ അത് അറബിയ. ഓക്കെ, നിങ്ങൾ എന്താ ഖുർആനിന് നൽകിയിരിക്കുന്ന ഭാഷ? ഖുർആനിന് മുമ്പ് തൗറാത്ത്, സബൂർ, ഇഞ്ചീല് 100 ഏടുകൾ, ഇതിന്റെ എല്ലാം പൂർത്തീകരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത് അറബിയ. അതുകൊണ്ട് നിങ്ങൾ അറബിയെ പ്രിയം വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഭാഷ ലോകത്ത് നമ്മൾ ഇന്നിപ്പോ നിലനിൽക്കുന്ന ലോക ഭാഷകൾ പരിശോധിച്ചാൽ 6000 ചില്ലാനം ഭാഷ സംസാരിക്കുന്ന ആളുകൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിന് ഇപ്പോ ഏകദേശം 3000 ചില്ലാനം ഭാഷകൾ ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഭാഷകളിൽ 300 ചില്ലാനം ഭാഷകൾക്ക് ലിപിയുള്ള ഭാഷകളുണ്ട്, എഴുത്തുള്ള ഭാഷകളുണ്ട്. എഴുത്തുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഇപ്പൊ ഇവിടെ കന്നഡ ഭാഷ, അതിന് എഴുത്തുണ്ട്. അതേസമയത്ത് കൊടക് ഭാഷയുണ്ട്, അതിന് ഏതില്ല, എഴുത്തില്ല, ലിപിയില്ല. ഇങ്ങനെ ലിപി ഉള്ളതും ഇല്ലാത്തതുമായി 3000 ചില്ലാനം ഭാഷകൾ ഇപ്പൊ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ 300 ചില്ലറ ഭാഷകൾക്ക് മാത്രമേ ലിപിയുള്ളൂ, എഴുത്തുള്ളൂ. ഈ മൊത്തം 300 ചില്ലാനം ഭാഷകളിൽ ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത് വേൾഡ് ഭാഷ എന്ന രീതിയിലുള്ളത്, അഥവാ ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നത്. 600 കോടി ജനങ്ങൾ ലോകത്തുള്ളപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളിലും ഉപയോഗിക്കുന്ന ഭാഷ വേൾഡ് ഭാഷയായി 3 എണ്ണമാണ്. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് അറബി, ഒന്ന് ഉറുദു. ഈ 3 ഭാഷകളാണ്. ഈ ഭാഷകളെ മൊത്തം എടുത്തിട്ട് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ഭാഷ മറ്റെല്ലാറ്റിനേക്കാളും ആശയസമ്പന്നമാണ്.
ആശയസമ്പന്നമാണ്. അറബി ഭാഷ ഒരു ആശയം പറയാൻ വളരെ ചെറിയ വാക്ക്, വ്യാപകമായ അർത്ഥം. ഉദാഹരണത്തിന് നാം സംസാരിക്കുന്ന മലയാളത്തിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പേര് എന്താകുന്നു എന്ന് ചോദിക്കണം. നിങ്ങളുടെ പേരെന്താകുന്നു? അത് ഉപയോഗിക്കുമ്പോൾ അതിൽ 3 പദങ്ങളും 9 അക്ഷരങ്ങളും ആവശ്യമാണ്. അത് ഉറുദു ഭാഷയിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ ഹിന്ദിയിൽ ചോദിക്കാൻ തുമാര നാം ക്യാ ഹൈ, അത് ചോദിക്കണമെങ്കിൽ 3 വാക്കുകളും 9 അക്ഷരങ്ങളും ആവശ്യമാണ്. പോകട്ടെ, വേൾഡ് ഭാഷയായ ഇംഗ്ലീഷ് നമുക്കൊരാളോട് അവന്റെ പേര് ചോദിക്കണമെങ്കിൽ വാട്ട് ഈസ് യുവർ നൈം, അതിന് 4 വാക്കുകളും 14 അക്ഷരങ്ങളും ആവശ്യമാണ്. 4 വാക്കുകളും 14 അക്ഷരങ്ങളും ആവശ്യമാണ്. എന്നാൽ തന്നെ ആ ചോദ്യം ആണിനോടോ പെണ്ണിനോടോ എന്ന് വ്യക്തമല്ല. വാട്ട് ഈസ് യുവർ നൈം എന്ന ചോദ്യം ആണിനോടോ പെണ്ണിനോടോ എന്ന് വ്യക്തമല്ല. വേൾഡ് ഭാഷയായ ഇംഗ്ലീഷിലെ 14 അക്ഷരങ്ങളും 4 വാക്കുകളും ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് അറബിയാകുന്ന ഖുർആനിന്റെ ഭാഷയിൽ ചോദിക്കാൻ ഒറ്റ വാക്ക് 5 അക്ഷരം. മസ്മുക, എടോ പുരുഷ നിന്റെ പേരെന്ത്? മസ്മുക്കി, എടി സ്ത്രീ നിന്റെ പേരെന്ത്? സ്ത്രീലിംഗമോ പുല്ലിംഗമോ എന്ന് വേർതിരിച്ചുകൊണ്ട് ചോദിക്കാൻ ഒറ്റ പദം 5 അക്ഷരം. അപ്പൊ അറബിയിൽ ഒരു വാക്കും 5 അക്ഷരങ്ങളും ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇംഗ്ലീഷിൽ 14 അക്ഷരങ്ങളും 4 വാക്കുകളും ഉപയോഗിക്കണം. ഇതാണ് അറബി ഭാഷയും മറ്റു ഭാഷകളും തമ്മിലുള്ള വ്യത്യാസം. ഭാഷാപരമായി തന്നെ അറബി വളരെ സാഹിത്യ സമ്പന്നമായ ഭാഷയാണ്. ആ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നൽകിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ സംസാരിക്കുന്ന ഭാഷ അതാണ് ഖുർആനിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഭാഷ. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ അറബിയെ ഇഷ്ടപ്പെട്ടോ. മൂന്നാമത്തെ മാനദണ്ഡം എന്താണ്? വലിസാനു അഹ്ലിൽ ജന്നത്തി അറബി, സ്വർഗത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾ സ്വർഗീയ ഭാഷ അത് അറബിയാണ്. സ്വർഗത്തിലുള്ള ഭാഷ അറബിയാണ്. സ്വർഗത്തിൽ മലയാളം പറയുന്നവരില്ല, സ്വർഗത്തിൽ കന്നഡ കൊത്തുന്നവരില്ല, സ്വർഗത്തിൽ തമിഴ് പേശുന്നവരില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഭാഷക്കാരും എവിടെല്ല, സ്വർഗത്തിലില്ല. സ്വർഗത്തിലെത്തിയാൽ എല്ലാവരുടെ ഭാഷയും ഏതാണ്? അറബിയാണ്. അത് റൂഹിന്റെ ഭാഷയാണ് അറബി എന്നുള്ളത്. അറബി എന്നുള്ളത് ഏതിന്റെ ഭാഷയാണ്? റൂഹിന്റെ ഭാഷയാണ്. ആത്മാവ് ഉപയോഗിക്കുന്ന. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു, അയാളെ ഖബറിലേക്ക് മാറ്റി മൂടുകല്ല് വെച്ചു, എല്ലാം മൂടി കല്ല് വെച്ച് ഇനി ഒരു ദ്വാരം അങ്ങോട്ടില്ലാതെ മണ്ണിട്ട് മൂടി ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് പൊക്കി. എന്നിട്ട് അയാൾക്ക് ഭൂമിയിലുള്ള ഖതീബോ ഉത്തരവാദപ്പെട്ട ആളോ അയാൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? മനുഷ്യ, നിങ്ങളിപ്പോൾ ഖബറിലാണ്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ഷഹാദത്ത് കലിമ വിശ്വസിച്ചുകൊണ്ടും മുഹമ്മദ് നബിയെ അംഗീകരിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ ഖബറാകുന്ന വീട്ടിലേക്ക് 2 മലക്കുകൾ വരും. നിങ്ങൾ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കാൻ. ഇദാ ജാഅകൽ മലക്കാനിൽ മുഅക്കലാനിൽ കരീമാനിൽ അളീമാനിൽ ഹായിലാനി സായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ അലൈഹിമാ മിനല്ലാഹി സലാം ഫഅയ്ഖലാക വഅജലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമാ ഫരീളതുക. ഇത് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. മരിച്ചുപോയ ആൾക്കോ ഇറാന്ന് കൂടി വായിക്കാൻ ഒട്ടും കിട്ടൂല. ഇവിടെ വഹാബിസവും മൗദൂദിസവും എന്ത് ചെയ്യുകയാണ്? സാധാരണക്കാരായ ആളുകളെ ഈമാൻ തെറ്റിക്കുന്നതിന് വേണ്ടി ഒരു കളിയാക്കൽ പ്രയോഗം നടത്തുകയാണ്. മരിച്ചുപോയ ആൾക്ക് അറബിയിൽ ഒറ്റ വാക്കും അറിയില്ല. പിന്നെ അയാളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മന്ദപ്പുക്കാവും നബിയുക്ക എന്ന് പറഞ്ഞിട്ട് എന്താ മുസ്ലിയാരെ കാര്യം? ഇനി അഥവാ കേൾക്കുമെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തൂരെ, എന്നാ അയാൾക്കൊരു ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ അത് ശരിയാണ്. എല്ലാം ശരിവെക്കണ ഒരു കൂട്ടക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു അവരെ ശരിവെന്ന് നമ്മളെ കാക്കണം. തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആ ആൾക്കാർ, എല്ലാം ശരിവെക്കുന്ന ആൾക്കാർ.
ഇപ്പൊ ഒരു പുതിയ പാർട്ടി ഉണ്ട്, ഒരു പേര് ഞാൻ പറയുന്നത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ എങ്ങനെയാ അവിടെ നടക്കണത് അതിലങ്ങ് കൂടുതലാവില്ല. ഒരു പള്ളിയിൽ ചെന്ന് നോക്കുമ്പോ ജുമുഅ മലയാളത്തിലാണ്, എന്നാൽ അവര് ബുക്കും വായിച്ച് അവിടെ വേറെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് ജുമുഅക്ക്, പുരുഷന്മാരെ പോലെ സക്കാത്ത് കൊടുക്കാൻ മാത്രമേ കുറച്ചേ ഉള്ളൂ, എന്നാൽ അവരവിടെ. വേറെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ തറാവീഹ് 8 എന്നാ 8-ന്, വേറെ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ 20 എന്നാ 20-ന്. ഇവർക്കായിട്ടൊരു ഇസ്ലാമില്ല. എല്ലാരും എങ്ങനെയെന്നാ അതുപോലെ ഒക്കെ ശരിയാണ്. എല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരു ദീനി ഇസ്ലാമല്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങാതി പറഞ്ഞു, എന്റെ വാപ്പയും ഉമ്മയും തമ്മിൽ നിക്കാഹ് നടന്നിട്ടില്ല. എന്താ മാതാപിതാക്കളിൽ നിക്കാഹ് നടന്നിട്ടില്ല? അതെ, നിക്കാഹ് നടന്നിട്ടില്ല. എടോ, അവര് തമ്മിൽ നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ നീ അതെന്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ? പിന്നെ എന്റെ വാപ്പാനെയും ഉമ്മാനെയും സംബന്ധിച്ച് ഞാൻ പറയലല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാനെങ്ങനെ പറയുന്നത്? നിക്കാഹ് മാത്രമല്ല, കല്യാണവും നടന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഒരു നിക്കാഹോ കല്യാണമോ നടന്നിട്ടുണ്ടെങ്കിൽ മകനായി എന്നെ വിളിക്കണ്ടേ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ കുറച്ചാൾക്കാർ അത് ശരിയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ശരി വെക്കുന്ന ആൾക്കാരെ കാക്കണം നമ്മൾ. അല്ല, അത് ശരിയാണ്. ഏത് ശരിയാണ്? ഈ അത് ശരിയാന്ന് പറഞ്ഞത് ഇപ്പോ ഇതുപോലെയാണ്. ദീനിൽ പല വിഷയങ്ങളും കേൾക്കുമ്പോൾ ചില ആൾക്കാർ അത് ശരിയാന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇതുപോലത്തെ ശരിയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് നമുക്ക് പഠിപ്പിച്ചപ്പോൾ അറബിയെ 3 മാനദണ്ഡം വെച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം. ഒന്ന്, ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, നിങ്ങളൊക്കെ സ്വർഗത്തിലെത്തിയാൽ സംസാരിക്കുന്ന ഭാഷ അറബിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ അറബി ഭാഷ അത് റൂഹിന്റെ ഭാഷയാണ്. അതുകൊണ്ട് മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുടെ ശരീരത്തോടല്ല നമ്മൾ സംസാരിക്കുന്നത്, റൂഹിനോടാണ്. ആ റൂഹിനോട് നേരത്തെ അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്, അത് അറബിയിലാണ്. അല്ലേ? എവിടെ അല്ലാഹു സംസാരിച്ചത്? നമ്മളെ എല്ലാവരെയും ഈ ഭൂമിയിലേക്ക് നിശ്ചയിക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും റൂഹുകളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. റൂഹ് എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ ഞാൻ പറയാം. നമ്മളെ വയലിൽ കൃഷി ചെയ്യുമ്പോ, പാടത്ത് കൃഷി ചെയ്യുമ്പോ നെല്ല് കൃഷി ചെയ്യാം. എന്നാ ആദ്യം ഏതുണ്ടാവും? വിത്തുണ്ടാവും, അല്ലെ? വിത്ത് മുളപ്പിച്ചിട്ട് അതാണ് കൃഷി ചെയ്യൽ. ഇവിടെ നെല്ലില്ലല്ലേ, നെല്ലിഷ്ടം പോലെ. അപ്പൊ കൃഷി പറഞ്ഞാൽ വേഗം അറിയാം. നെല്ല് കായ്ക്കുന്ന മരം കണ്ടു എന്ന് പറഞ്ഞതാണ് ഒരാൾ, മനോണതില്ലാത്ത. അപ്പോ ഈ വിത്ത് ആദ്യം മുളപ്പിക്കും, എന്നിട്ട് ആ വിത്ത് അല്ലേ, പിന്നെ അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഇഷ്ടം പോലെ നെൽമണി ഉണ്ടാവുക എന്ന പോലെ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന്റെ തുടക്കമായ വിത്ത്, അതാണ് റൂഹ് എന്ന് മനസ്സിലാക്കിക്കോ. ഈ റൂഹുകളെ എല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. ആ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഇയാളുണ്ടായിരുന്നു, ഉസ്താദ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങളുണ്ടായിരുന്നു? ഇല്ലാതെ. ഇന്നാള് ഞാൻ എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിനെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ ആലമുൽ അർവാഹിലായിരിക്കും, അല്ലാതെ വേറെ എനിക്ക് ഉറപ്പുള്ള സ്ഥലം വേറെ ഇല്ല. ചില ആളെല്ലാം നമ്മളെ കാണുമ്പോ പറയും, ഇങ്ങനെ കണ്ട പോലെ ഉണ്ടല്ലോ. കണ്ടത് ഉറപ്പന്നല്ലേ, അന്ന് നമ്മളെല്ലാരും അവിടെ കൂടിയതാണല്ലോ, അല്ലേ? ആ റൂഹുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. ആ റൂഹുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഒരാളുണ്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അതാരാ? അത് ദാവൂദ് നബി അലൈഹിസ്സലാം. വേറൊരാളുടെ അവിടെ നിൽക്കുക. അതാരാ? അത് നൂഹ് നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. റൂഹുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആദമേ, നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ നിന്ന് അതാ അയാളാണ് ദാവൂദ്, അയാളാണ് നൂഹ്, അയാളാണ് ഇബ്രാഹിം. ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് റൂഹുകളൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. ആ റൂഹുകളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയപ്പോൾ റൂഹുകളോട് അല്ലാഹു സംസാരിച്ചു. എന്താ സംസാരിച്ചത്? അലസ്തു ബിറബ്ബിക്കും. അപ്പൊ റൂഹുകൾ തിരിച്ചു പറഞ്ഞു, ഖാലൂ ബലാ. കാസർഗോഡ് അരിക്കുഞ്ഞു ഉസ്താദ് മൂപ്പര് വയലു പറയുന്നത് ഞാൻ കേട്ട് ആദ്യം മണ്ണാർക്കാട്, മംഗലാപുരം. എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ഖാലൂ, ജോറ് ചൊല്ലി, ബലാ, ഒക്കു ഒക്കു അല്ലാഹ്.
അത് കർണാടക, അത് നെക്കിനിക്കാണ്, അത് ഭാഷ, അത് വേറെ ഭാഷ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ ചോദിച്ചു. എന്താ ചോദിച്ചത്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? റബ്ബ് എന്ന് പറഞ്ഞാൽ ഇമാം അല്ലാമ ബൈളാവി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ റബ്ബ് എന്ന് പറഞ്ഞാൽ തർബിയത്തു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈആ, ഒരു സാധനത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു തരുന്ന ഉടമസ്ഥൻ ഞാനല്ലയോ? അതങ്ങ് ചോദിച്ചപ്പോൾ കാരു, എല്ലാ റൂഹുകളും പറഞ്ഞു ബലാ, നിന്നെ റബ്ബായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അല്ലാഹ്. അള്ള ചോദിച്ചത് ഏത് ഭാഷയിലാണ്? നമ്മൾ മറുപടി പറഞ്ഞത് ഏത് ഭാഷയിലാണ്? അള്ള ചോദിച്ചത് ഏതാ ഭാഷ? നമ്മൾ മറുപടി പറഞ്ഞത് ഏതാ ഭാഷ? അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യവും നമ്മുടെ മറുപടിയും നടന്നത് റൂഹുകളോടാണ്. റൂഹിന്റെ ഭാഷ അത് സ്വർഗത്തിന്റെ ഭാഷയാണ്. ആ ഭാഷ മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് വിശുദ്ധ ഖുർആന് കൊടുത്തിരിക്കുന്ന ഭാഷ. ആ ഭാഷ ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിയുന്നതോടുകൂടെ ശരീരത്തോടുള്ള സംസാരം നിർത്തി. ഇവിടുന്നാണ് പിരിഞ്ഞാൽ പിന്നെ മലയാളി, കന്നഡ, കൊടക്, മലപ്പുറം, ഹല്ലിവല്ലി, പിന്നെ നമ്മൾ ഒന്നായിട്ട് വേറെ ലോകത്തേക്ക് പോവാണ്. അതാണ് മറവ് ചെയ്ത് കിടക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് നമ്മൾ റൂഹിനോട് സംസാരിക്കുന്നത്. ഇനി ആ റൂഹും ശരീരവും തമ്മിൽ മനസ്സിലാക്കാൻ വേറൊരു കാര്യം കൂടി വേഗം പറഞ്ഞുതരാം. എന്താണ്? നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് റൂഹ്. റൂഹ് പിരിഞ്ഞാൽ നമ്മൾ മരിച്ചു. രണ്ടാമത് റൂഹ് അതിലേക്ക് തന്നെ കൊടുത്താൽ ഹയാത്തായി. ഇപ്പൊ എന്റെ പോക്കറ്റിലുണ്ട് മൊബൈൽ ഫോണിന് റൂഹ് വെച്ചിട്ടുണ്ട്. അതിനാണ് സിം കാർഡ് എന്ന് പറയുന്നത്, അല്ലേ? ആ സിം കാർഡ് അതിന് എടുത്താൽ പിന്നെ തടി മാത്രമായി മരിച്ചു, അല്ലേ? എടുത്താൽ പിന്നെ അതിലേക്ക് മെസ്സേജ് വരും, ഇല്ല അതിലേക്ക് ഫോൺ വരും, മരിച്ചുപോയി, വരെ ചരക്കമില്ല. രണ്ടാമത് ആ കാർഡ് അതിലേക്ക് തന്നെ അങ്ങോട്ട് കൊടുത്താലോ? കൊടുക്കുന്നതോടുകൂടെ ഹയാത്തായി. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ആ കാർഡുണ്ട്, ആ സിം കാർഡ്, അതെടുത്തിട്ട് മൂപ്പര് പോയി. അതോടുകൂടെ നമ്മൾ വീണു. ഒറ്റ കടത്തം, പിന്നെ അനക്കില്ല. ഒരു മെസ്സേജും വരൂല, ഒരു ഫോണും വരൂല, ഒറ്റ കടത്തം. ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ആളുകളെല്ലാം കൂടിയിട്ട് ഇസ്ലാമിക നിയമപ്രകാരം നമ്മളെ റെഡിയാക്കിയിട്ട് കൊണ്ടുപോയി വീണ്ടും എവിടെ വെച്ചു? കബറിൽ വെച്ചു. കബറിലേക്ക് വെക്കുന്നതോടുകൂടെ ആ കാർഡ് അസ്റായീൽ അലൈഹിസ്സലാം വീണ്ടും ആ കാർഡ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുന്നതോടുകൂടെ മെസ്സേജ് എല്ലാം വരാൻ തുടങ്ങി. ആദ്യത്തെ മെസ്സേജ് മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക. ശാസ്ത്രീയമായ സത്യങ്ങൾ പുരോഗമിച്ചു വരുന്തോറും ഇസ്ലാമികമായ ആശയങ്ങൾക്ക് അത് ശക്തി പകരുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോ റൂഹിനെ തിരിച്ചു കൊടുക്കുന്നതോടുകൂടെ എല്ലാ വിഷയങ്ങളും വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില സിം കാർഡുണ്ടാവും, അതിന് പൈസ ഉണ്ടാവില്ല, അതിന് കണക്ഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് വീണ്ടും ഇതിലേക്ക് തന്നെ വെച്ചാൽ വല്ല മെസ്സേജും വരുമോ? ഡേറ്റ് കഴിഞ്ഞു പോയത് പിന്നെ ഇതിലേക്ക് തന്നെ വെച്ചാൽ മെസ്സേജ് വരുമോ? വരില്ല. അങ്ങനത്തെ മെസ്സേജ് വരാത്ത ഡേറ്റ് കഴിഞ്ഞു പോയത്, അതാണ് ഈ വഹാബി മൗദൂദി എന്നൊക്കെ പറയുന്നത്. ഓൾക്കൊന്നും കബറിലേക്ക് ഒരു മെസ്സേജും കിട്ടൂല. എന്തുകൊണ്ട്? ഡേറ്റ് ഇല്ല, ഒക്കെ എക്സ്പയറായി പോയി. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവും. ഞാൻ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്ത അഹിബ്ബുൽ അറബി സലാത്ത്, 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറബിയെ ഇഷ്ടപ്പെടണം. ഒന്ന്, ഞാൻ അറബിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, ഖുർആൻ അറബിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ അറബിയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഭരണഘടന, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന വെളിച്ചം, അല്ലാഹു തആല വെച്ചിരിക്കുന്ന പ്രകാശം, അതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹബ്ലുല്ലാഹി, അടിമയെയും ഉടമസ്ഥനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കയറാണ് ഹബ്ലുല്ലാഹി. ഒരു ഹദീസിൽ
ഖുർആനെ പരിചയപ്പെടുത്താൻ റസൂലുള്ളാഹി ഹബ്ലുല്ലാഹി, അടിമയെയും ഉടമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കയറാണ് ഖുർആൻ. ഒരു ഹദീസ്. വേറെ ഒരു ഹദീസ് നൂറുല്ലാഹി, നൂറുല്ലാഹി, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അടിമയെയും ഉടമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രകാശമാണ് എന്ന് വേറെ ഒരു ഹദീസ്. ഈ രണ്ട് ഹദീസിനെയും നമുക്ക് രണ്ട് രൂപത്തിൽ പഠിക്കാം. ഒന്ന്, ശരീരം രണ്ട് ഭാഗമാണ്. നമ്മുടെ ശരീരം രണ്ട് ഘടകമാണ്. ഒന്ന്, നമ്മൾ തമ്മിൽ തിരിച്ചറിയുന്ന ഭാഗം. ഈ ഇരിക്കുന്ന ഉസ്താദിനെ കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ സക്കാഫി ഉസ്താദ് ഇവിടുത്തെ മുദരിസാണ്. ഞാൻ ഇരിക്കുന്ന ഹുസൈൻ സക്കാഫി അവർകളെ കാണുമ്പോൾ ഇവിടുത്തെ ജമിയത്തുൽ ഉലമയുടെയും മുസ്ലിം ജമാഅത്തിന്റെയും കാര്യദർശിയാണ്. അങ്ങനെ നമ്മൾ തമ്മിൽ തിരിച്ചറിയുന്നു ആളുകളെ. എങ്ങനെ? ബാഹ്യമായ അവയവം, നമ്മുടെ മുഖം, കണ്ണ്, കാത്, മൂക്ക്, തല, ഇത് ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ഭാഗം, ഭാഗ്യമായ നമ്മുടെ ഭാഗം അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നതിലേക്ക് ചേർത്തുകൊണ്ട് ഖുർആനെ ഉദാഹരിച്ചാൽ അള്ളാഹുവും നമ്മളും ശരീരത്തെ ബന്ധിപ്പിക്കുന്ന കയറാണ് ഖുർആൻ. ഹബ്ലുല്ലാഹി, ഹബ്ലുല്ലാഹി, നമ്മെ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്നതാണ് കയർ. അതേ സമയത്ത് ഈ ശരീരത്തിന്റെ മറ്റൊരു ഭാഗം അത് ആത്മാവാണ്. ആത്മാവിനെ നമുക്ക് നോക്കിയാൽ കാണൂല. ആത്മാവ് ശരീരത്തിലോ എല്ലാ സ്ഥലത്തും ഉണ്ട്. എങ്ങനെയാണ് ആത്മാവ്? ആത്മാവ് കറുത്തിട്ടാണ് അല്ലാഹു അക്ബർ, വെളുത്തിട്ടാണ് അല്ലാഹു അക്ബർ. ഏതുപോലെ? ഒരു ഉദാഹരണം പറഞ്ഞാൽ വൈദ്യുതി പോലെ. കരണ്ട് എന്ന സാധനം ഇതിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കരണ്ട്? കറുത്തിട്ടാണ്. കരണ്ട് വെളുത്തിട്ടാണ്. ഏത് നിറത്തിലാണ് കരണ്ടിന്റെ നിറയത്? വൈദ്യുതി എന്ന കരണ്ട് എന്ന സാധനമുണ്ട്. അത് ഇതിൽ വരുമ്പോൾ ഏതാണ്? സൗണ്ടാണ്. ഇതിൽ വരുമ്പോൾ ലൈറ്റാണ്. അതിൽ വരുമ്പോൾ ഫാന് കറങ്ങാൻ, വേറെ സംഗതി മോട്ടോർ വർക്ക് ചെയ്യാം എന്ന പോലെ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് കണ്ണിലാവുമ്പോ കാഴ്ചയാണ്, കാതിലാവുമ്പോ കേൾവിയാണ്, മൂക്കിലാവുമ്പോ, നാവിലാവുമ്പോ സംസാരിക്കലാണ്. നമ്മുടെ ശരീരത്തിൽ ഒട്ടാകെ ആത്മാവുണ്ട്. ഏതുപോലെ? വൈദ്യുതി പോലെ എന്ന് മനസ്സിലാക്കിക്കോ. ആ ആത്മാവിന്റെ ഭാഷ, ആത്മാവിന്റെ ബന്ധം, അത് വെച്ചുകൊണ്ട് ഖുർആനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നൂറുല്ലാഹി, നമ്മുടെ ആത്മാവിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന പ്രകാശമാണ്. ശരീരത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന കയറാണ്. അപ്പൊ ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ അള്ളാഹു വെച്ചിരിക്കുന്ന പാർശ്വം, അള്ളാഹു വെച്ചിരിക്കുന്ന പ്രകാശം, അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അള്ളാഹു നമ്മളുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണവും കൂടി പറയാം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതനുസരിച്ച് വിശുദ്ധ ഖുർആനെ നാം പഠിക്കുമ്പോൾ നമ്മളെയും അള്ളാഹുവിനെയും നേരിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു തആല തന്നിരിക്കുന്ന പ്രകാശമാണ് ഖുർആൻ. അപ്പോ ഖുർആൻ നമ്മുടെ കയ്യിൽ പിടിച്ചു. ഓർക്കണം, ഇതിന്റെ മറ്റേ തലക്കൽ അള്ളാഹുവാണ്. ഖുർആൻ നമ്മൾ നാവിൽ ഓതുകയാണ്. ഓർക്കണം, അപ്പുറത്ത് അള്ളാഹുവാണ്. ഏതുപോലെ? നമ്മളൊരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ നമ്മൾ കറക്കി, ഫോൺ കറക്കി 0000 അങ്ങനെയാണ് പോയി. എത്ര നമ്പർ കറക്കി? അത് ഹലോ ദുബായിലേക്ക്. അപ്പൊ ദുബായിൽ അപ്പുറത്ത് നമ്മൾ ആരാ ഉദ്ദേശിച്ചത്? നമ്മുടെ അനുജനാണ് ഫോൺ എടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയാണ് ഫോൺ എടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയാണ് ഫോൺ എടുത്തത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അപ്പോഴോ ഹലോ എന്ന് പറയുമ്പോൾ മകള് ഫോൺ എടുത്താൽ, മോള് ഫോൺ എടുത്താൽ സംസാരിക്കുന്ന രീതിയല്ല ഹലോ എന്ന് പറയുമ്പോൾ ഭാര്യ ഫോൺ എടുത്താൽ സംസാരിക്കാം. അതേപോലെ അല്ല ഉമ്മയോട് സംസാരിക്കാം, അതുപോലെ അല്ല ഉസ്താദിനോട് സംസാരിക്കാം. സംസാരത്തിൽ മാറ്റം അല്ലേ? ഓരോന്നിന്റെ അതിന്റെ ബഹുമാനം, ആദരവ് വെച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മളൊരു ഫോൺ നമ്മുടെ കയ്യിൽ, മറ്റേ തരത്തിലുള്ള ഫോണിൽ ആരാ? നമ്മൾ ബഹുമാനിക്കുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആള്. ഇതേപോലെ ഖുർആൻ നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഉടനെ അത് അങ്ങേ ഭാഗത്ത് കേൾക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. അപ്പുറത്ത് കേൾക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിധിയും റസൂലുള്ളാഹിയുടെ വാക്കും എന്താണ്? ഒരാൾ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുക എന്നാണ്. ഖുർആൻ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഭയിൽ ഞാൻ ഏറ്റവും പ്രധാനമായി പറയുന്നത്,
ഖുർആനിന്റെ പാരായണം എന്ന വിഷയമാണ്. മുസ്ലിം സമൂഹം ഖുർആൻ പാരായണത്തിൽ നിന്ന് അകന്ന്